കൊത്തിപ്പിക്ക് മീൻകറി. ഹായ്, ഉപ്പമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു. എന്നാൽ പിന്നെ ഒരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടിയതൊരു കൊയില മീനാണ്. നീളത്തിൽ കുറച്ച് തലയൊക്കെ കൊടുത്തിട്ടുള്ള നല്ല കൊയില മീനില്ലേ, അതാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. മീൻ കറിക്ക് വേണ്ട ചേരുവകൾ നോക്കാം. 4 സ്പൂണ് മുളക് പൊടി, അത് പകുതി കാശ്മീരും പകുതി സാധാരണ എടുക്കാം. ഞാനിവിടെ കാശ്മീരി മാത്രമേ എടുത്തുള്ളൂ, ഇവിടെ എരിവ് അധികം വേണ്ട. 1/4 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഉലുവാപ്പൊടി, ഒരു 10-20 പീസ് ചെറിയ ഉള്ളി, 3 കുടംപുളി പീസ്, അത് കഴുകി വെക്കണം, അതിൽ ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ 2 വലിയ വെളുത്തുള്ളി, 2 ഉണ്ട വെളുത്തുള്ളി, 2 ചെറിയ സവോള, 1 കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക്, കറിവേപ്പില, 1 വലിയ മുറി തേങ്ങ ചെരുവിയത്. അത് പാലെടുക്കാനാണ്. 1-ാം പാലും എടുക്കണം, ഒരു അര 2-ാം പാലും എടുക്കണം. 1 കിലോ മീൻ വിനാഗിരി ഒഴിച്ച് നന്നായി കഴുകി വാരി വെച്ചത്. അതിൻ്റെ സ്മെല്ലെല്ലാം, ഉളുമ്പ് മണം എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. സവോള ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് നീളത്തിൽ, ഇഞ്ചി ഇങ്ങനെ ചെറുതായി അരിയണം. പിന്നെ ഈ വെളുത്തുള്ളി നന്നായി കല്ലിൽ ചതച്ചെടുക്കണം. ഒരു മുറി തേങ്ങയിൽ നിന്ന് നമ്മൾ 1-ാം പാലും 2-ാം പാലും എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഒന്ന് ചൂടായി വരട്ടെ. ഉലുവ പൊട്ടി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് മുറിച്ച് വെച്ച സവോള കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് നെടുക കീറി കൊടുക്കാം. നെടുക കീറിയ ഉള്ളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നന്നായി വഴന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പൊടികൾ ഒന്നൊന്നായി ഇട്ട് മെല്ലെ വഴറ്റിയെടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അതിൽ നിന്ന് ആ പച്ചമണം മാറുന്നവരെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ച നാളികേരപ്പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ഉപ്പ് പാകമാണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഉപ്പ് വളരെ കറക്റ്റാണ്. ഇനി ഇതൊന്ന് നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അരപ്പ് നന്നായി വെന്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 5 മിനിറ്റ് നമ്മൾക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി വെന്ത് വന്നു. ഇനി ചാറ് ഇതിൽ കൂടുതൽ വേണ്ടവർക്ക് ഇത്തിരി ചാറാക്കാം, പക്ഷേ ഞാൻ ഇതാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ പുളിയെല്ലാം കറക്റ്റ്. ഇത് നന്നായി ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല പുളിയെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും.
ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറിവേപ്പില ഇട്ടു. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൊയിലയുടെ മീൻകറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മറക്കാതെ ഈ മീൻകറി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഫിഷ് ഏത് ഉപയോഗിക്കാം, ഐക്കോറയോ ആഗോലിയോ ഈവൻ അയില പോലും ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യാതിരിക്കരുത്. അതുപോലെ വീഡിയോ കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.